എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ ഉണ്ടപ്പനെയും ഗോകുവിനെയും അവരെ രണ്ടുപേരെയും ആ ജയന്റ് മാനാണെങ്കിൽ ആ ടവറിന് മുകളിലേക്ക് വലിച്ചെറിയാണ്. അവർ രണ്ടുപേരും ഒരുപാട് സ്പീഡിൽ മുകളിലേക്ക് അങ്ങനെ ഫ്ലൈ ചെയ്ത് പോകും. ഉണ്ടപ്പനാണെങ്കിൽ ആ ടവറിന് മേലെ ഫുൾ സ്ട്രെങ്ത് ഉപയോഗിച്ച് അങ്ങനെ ഇറുക്കി പിടിക്കുകയാണ്. അതിനുശേഷം അവൻ ഉഷാറായിട്ട് മുകളിലേക്ക് പോകും. മറ്റൊരു ഭാഗത്ത് ആ മോൺസ്റ്റർ അതാണെങ്കിൽ ആ ഒരു പാലസിന്റെ ഓരോരോ ഭാഗങ്ങളായിട്ട് തകർത്ത് അങ്ങനെ മുൻപോട്ടേക്ക് കടന്നു വരും. അവന്റെ മുൻപിൽ പ്രതിബന്ധമായിട്ട് വരുന്ന സോൾജിയേഴ്സിനെ എല്ലാവരെയും അവൻ തല്ലി തല്ലി കൊല്ലും. അവന്റെ ലക്ഷ്യം ആ ചീഫാണ്. ആ സോൾജിയേഴ്സിനോട് എല്ലാവരോടും ഇപ്പൊ ചീഫിനെ കുറിച്ച് അന്വേഷിക്കും. പക്ഷെ ആരും തന്നെ ചീഫിനെ ഒറ്റ കൊടുക്കില്ല. ചീഫാണെങ്കിൽ ആ ഗ്യാപ്പിൽ ഇപ്പൊ ആളുടെ സോൾജിയേഴ്സുമായി അവിടെ നിന്ന് ഫ്ലൈ ചെയ്ത് മുകളിലേക്ക് പോവാണ്. ആ കാര്യം നോട്ടീസ് ചെയ്ത ആ മോൺസ്റ്റർ അതാണെങ്കിൽ ഇപ്പൊ അങ്ങനെ ചാടിപ്പോയി ആ ഒരു പേടകത്തിന്റെ മുകളിൽ നിൽക്കും. മോൺസ്റ്ററിനെ കാണേണ്ട താമസം അവരെല്ലാവരും പാനിക് ആവുകയാണ്. ആ മോൺസ്റ്റർ ആണെങ്കിൽ ഒരു സോൾജിയറിനെ താഴേക്ക് എടുത്തിടും. താഴെ നിന്ന് സോൾജിയേഴ്സ് ആണെങ്കിൽ പീരങ്കിയൊക്കെ വെച്ച് അറ്റാക്ക് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അത് കണ്ട ഒരു സീനിയർ സോൾജിയർ ആണെങ്കിൽ അവനെ തടയും. ഇപ്പൊ നമ്മൾ ഫയർ ചെയ്ത അത് ചീഫിനും ആപത്താണ്. സോ ഒരു കാരണവശാലും ഇപ്പൊ ഫയർ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ആ സോൾജിയർ അത് തടയും. ഇവിടെ ആ മോൺസ്റ്റർ ആണെങ്കിൽ ഇപ്പോ ചീഫിനോട് പറയും, ഞാനാണ് ഇനി മുതൽ ഈ ഒരു പ്രദേശം മുഴുവനായിട്ടും ഭരിക്കാനായിട്ട് പോകുന്നത്. സോ ഇപ്പൊ തന്നെ നിങ്ങൾ എല്ലാവരുടെയും മുൻപിൽ ഞാനാണ് അവരുടെ ഭരണാധികാരി എന്നുള്ള കാര്യം അനൗൺസ് ചെയ്യണം. മോൺസ്റ്റർ അത് പറയേണ്ട താമസം അടുത്തുണ്ടായിരുന്ന സോൾജിയർ ആള് പാനിക്കായി ഇപ്പോ നിനക്കെത്ര ധൈര്യം ഉണ്ടെങ്കിൽ ചീഫിനോട് ഇങ്ങനെ സംസാരിക്കും ചോദിച്ച് ഗണ്ണെടുത്ത് അറഞ്ചം പുറച്ച് ഷൂട്ട് ചെയ്യും. മോൺസ്റ്റർ ആണെങ്കിൽ ആ സോൾജിയറിനെ തലയിൽ പിടിച്ച് തൂക്കിയെടുക്കും. കിങ് ആണെങ്കിൽ അവനോട് റിക്വസ്റ്റ് ചെയ്യും, ദയവ് ചെയ്ത് എന്റെ സോൾജിയറിനെ ഉപദ്രവിക്കരുത്. പക്ഷെ ആ മോൺസ്റ്റർ ആണെങ്കിൽ സോൾജിയറിനെ താഴേക്ക് വലിച്ചെറിയും. ആ സോൾജിയറിനെ അങ്ങനെ ദൂരേക്ക് വലിച്ചെറിയാണ്. ചീഫിനാണെങ്കിൽ കൺട്രോൾ പോവും. നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ സോൾജിയേഴ്സിനെ ഉപദ്രവിക്കും. നിനക്ക് ആവശ്യം എന്നെയല്ലേ, എന്നോട് ഫൈറ്റ് ചെയ്യാം, നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷെ എൻ്റെ ജനങ്ങളെ ഉപദ്രവിക്കാനായിട്ട് പാടില്ല. അത് കേട്ട് മോൺസ്റ്റർ ചിരിക്കും. ഓ, നിന്റെ സാക്രിഫൈസ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എനിക്ക് ആവശ്യം നിന്നെയല്ല, നിന്റെ പദവിയാണ്. സോ ഇപ്പൊ തന്നെ നീ ഈ ജനങ്ങളോടും എല്ലാവരോടും ഞാനാണ് ഇനി മുതൽ ഇവിടുത്തെ ചീഫ് എന്ന് വിളിച്ചു പറയണം. എങ്കിൽ മാത്രമേ ഞാൻ അടങ്ങൂ. ചീഫാണെങ്കിൽ തീർത്തു പറയും, എന്നെ കൊണ്ട് പറ്റില്ല. ഒരു കാരണവശാലും എൻ്റെ ജനങ്ങളെ ഞാൻ നിന്നിലേക്ക് വിട്ടു തരില്ല. അതിലും ഭേദം ഞാൻ അവരെ കൊല്ലുന്നതാണ്. അതിനാ മോൺസ്റ്റർ ശരിക്കും ഒരു വലിയ പവർ ഉപയോഗിച്ച് ഇപ്പൊ അവിടെയുള്ള ഒരു പ്രദേശം തന്നെ വാഷ് ഔട്ട് ചെയ്ത് കളയാണ്. ആ ഒരു പൊട്ടിത്തെറി കണ്ട് ഇപ്പൊ ചീഫും സോൾജിയറും എല്ലാവരും ഭയപ്പെടും. ഇവിടെ ജനങ്ങളെല്ലാവരും സ്വന്തം ജീവൻ രക്ഷിക്കാനായിട്ട് ഓരോ ഭാഗത്തേക്ക് ഓടുകയാണ്. ആ കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ പൊട്ടിക്കരയാനായിട്ട് തുടങ്ങും. മോൺസ്റ്റർ ചീഫിനോട് പറയും, ഇതുപോലെ ഓരോ മണിക്കൂറുകളിലും ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും. നിനക്ക് എന്റെ ജനങ്ങളാണ് വലുത് എങ്കിൽ മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് അനുസരിക്കുന്നതാണ് നിനക്ക് നല്ലത്. ചീഫാണെങ്കിൽ അല്പനേരം അതിനെക്കുറിച്ച് ആലോചിക്കും. അതിനുശേഷം മോൺസ്റ്ററിനോട് ഇനിയും ഉള്ള ഡിസ്ട്രക്ഷൻസ് അത് നടത്തരുതെന്ന് ഇപ്പൊ അവനോട് റിക്വസ്റ്റ് ചെയ്യും. മോൺസ്റ്റർ ആണെങ്കിൽ ഇപ്പൊ പേടകത്തിന്റെ മുകളിൽ കയറുന്ന ഒരു വില്ലൻ ചിരി കൊടുക്കുകയാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ ആൾക്കാരെ കാണിക്കും. അവരാണെങ്കിൽ രണ്ട് ചെറിയ ക്യാപ്സ്യൂൾസ് പുറത്തേക്ക് ഇടും. അത് രണ്ടും ഇപ്പോ ഒരു ഫ്രീസിംഗ് ക്യൂബായി മാറി മാസ്റ്റർ റോഷിയെയും കുഞ്ഞിപ്പയ്യനെയും അവർ രണ്ടുപേരെയും അതിലേക്ക് മാറ്റുകയാണ്. സീനിയർ ആമയ്ക്കാണെങ്കിൽ ആ കാഴ്ച കണ്ട് സഹിക്കില്ല. ആളാണെങ്കിൽ റോഷിയുടെ ആ ഒരു ചേംബർ കെട്ടിപ്പിടിച്ച് കരയാനായിട്ട് തുടങ്ങും. ഹാൻസം ബോയ് ആണെങ്കിൽ ടെൻഷനാവും. അവൻ ഓടി വന്ന് ആ ഡിവൈസ് ഉപയോഗിച്ച് ഇപ്പോൾ മാർഷൽ ആർട്സ് മാനെ കോൺടാക്ട് ചെയ്യാണ്. അവൻ കോൾ കണക്ട് ചെയ്യും. അടുത്ത നിമിഷം ഹാൻസം ബോയ് അവനാണെങ്കിൽ റിക്വസ്റ്റ് ചെയ്യും, ദയവ് ചെയ്ത് ആ മോൺസ്റ്ററുമായിട്ട് ഡയറക്റ്റ് ഫൈറ്റ് ചെയ്യരുത്. ഒരു കാരണവശാലും നിനക്കതിനെ തോൽപ്പിക്കാൻ കഴിയില്ല. നമുക്ക് മറ്റെന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്താം. അതിന് ബുൽമയാണെങ്കിൽ ആ ഡിവൈസ് മേടിച്ച് അവനോട് പറയും, കുറച്ച് വർഷം വെയിറ്റ് ചെയ്താൽ മാത്രം മതി. അതിനുശേഷം വീണ്ടും നമുക്ക് ആ ഡ്രാഗൺ ബോൾസ് ഉപയോഗിച്ച് ഡ്രാഗനെ സമൻ ചെയ്യാം. അതിലൂടെ അവനെ ഇല്ലാതാക്കാനും മരിച്ചുപോയ നമ്മുടെ 3 പേരെയും തിരികെ പിടിക്കാനും നമുക്കാവും. അടുത്ത നിമിഷം ആ മാർഷൽ ആർട്സ് മാൻ ആ ഞെട്ടിക്കുന്ന രഹസ്യം അവരോട് പറയുകയാണ്. ആ മോൺസ്റ്റർ അവൻ ആ ഡ്രാഗനെ നശിപ്പിച്ചു കളഞ്ഞു. ഇനി ഒരിക്കലും ഡ്രാഗനെ സമൻ ചെയ്യാൻ പറ്റില്ല. അത് കേട്ട് ഒരു സെക്കൻഡ് ആണെങ്കിൽ അവർ ഫ്രീസ് ആവുകയാണ്. പക്ഷെ ഹാൻസം ബോയ് ആണെങ്കിൽ വീണ്ടും വീണ്ടും അവനെ തിരികെ വിളിക്കും. അതിനവനാണെങ്കിൽ ഇപ്പൊ കോൾ കട്ട് ചെയ്ത് അവിടുന്ന് കടന്നു പോവാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഇപ്പൊ ഗോകുവിനെ കുറിച്ച് ചിന്തിക്കും. അവന് ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവോ, എത്രയും വേഗം അവനെ കണ്ടെത്തണം. മൊയൽക്കോട്ടനാണെങ്കിൽ അടിച്ചു പറയും, ഇല്ല, ഇപ്പോഴും ജീവനോട് കൂടെ തന്നെയുണ്ട്, എനിക്കത് സെൻസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതേസമയം പന്നിക്കുട്ടനാണെങ്കിൽ സിമ്പിളായിട്ട് പറയും, എനിക്ക് തോന്നുന്നില്ല, ഒരുപക്ഷെ അവനായിരിക്കും ആദ്യം കൊല്ലപ്പെട്ടിട്ടുണ്ടാവുക. അവൻ പറയുന്നത് കേട്ട് കലിയിളകിയ നമ്മുടെ ലോഞ്ച് അവളാണെങ്കിൽ അച്ചരം പൊച്ചരം താഴെ ഷൂട്ട് ചെയ്യും. അത് കണ്ട് ഇപ്പൊ പന്നിക്കുട്ടൻ ഓടുകയാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇവിടെ കുഞ്ഞിപ്പെണ്ണ് അവളാണെങ്കിൽ ആ പിരമിഡിലേക്ക് നോക്കി നിൽക്കുകയാണ്. അവളുടെ പപ്പ പറയും, ആ മോൺസ്റ്റർ പറഞ്ഞു കേട്ടിടത്തോളം കൂടുതൽ പവർഫുൾ ആണ്. ഗോകുവിന്റെ ഈ അവസ്ഥയിൽ അവനെ കൊണ്ട് അതിനെ ഡിഫീറ്റ് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഗോകുവും ഉണ്ടപ്പനും അവര് മുകളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഉണ്ടപ്പനാണെങ്കിൽ ഇതിന്റെ അറ്റം കാണുമ്പോൾ ഒരുപാട് സന്തോഷം. വാവ്, ഞാൻ ആഗ്രഹിച്ച ഡെലീഷ്യസ് ഫുഡ് അതെല്ലാം
എല്ലാം അവിടെ ഉണ്ടാവുമെന്ന് ചിന്തിച്ച് അവനാണെങ്കിൽ നാവിൽ വെള്ളം ഊറുകയാണ്. അടുത്ത നിമിഷം അവന്റെ കൈവിട്ട് താഴേക്ക് പോകും. പക്ഷെ എങ്ങനെയൊക്കെയോ അവൻ വീണ്ടും അതിൽ അള്ളിപ്പിടിച്ച് മുകളിലേക്ക് കയറി വരികയാണ്. അവനാണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് വിശന്ന് ദാഹിച്ച് ഇപ്പൊ ഗോക്കു ആയിട്ട് അതിന്റെ മുകളിൽ എത്തിയിരിക്കുകയാണ്. അവൻ ശ്വാസമൊക്കെ വലിച്ചു വിട്ട് ചുറ്റും നോക്കും. കാരണം ഉണ്ടപ്പൻ ഇപ്പൊ ആവശ്യം അവനെ പറഞ്ഞു കൊതിപ്പിച്ച ആ ഭക്ഷണങ്ങളാണ്. അവനാണെങ്കിൽ അത് എവിടെയാണെന്നറിയാൻ ഓരോ ഭാഗത്ത് നോക്കിക്കൊണ്ടേയിരിക്കും. ലോർഡ് ക്യാറ്റ് ആണെങ്കിൽ ഇപ്പൊ ഗോകുവെ കാണുമ്പോൾ തന്നെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അവന്റെ അടുത്തേക്ക് വരും. ഗോകു ആണെങ്കിൽ നടന്ന കാര്യങ്ങൾ ആളോട് പറയാൻ ശ്രമിക്കും. അതിനാൾ പറയും, എനിക്കറിയാം, എന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഓൾറെഡി കണ്ടു മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ആ മോൺസ്റ്റർ നീ കരുതും പോലെയല്ല. അവൻ എത്ര എളുപ്പത്തിൽ നിന്നെ കൊണ്ട് തോൽപ്പിക്കാനായിട്ട് കഴിയില്ല. ഗോകു പറയും, എനിക്കത് ചെയ്തേ പറ്റൂ. അവൻ ഈ ലോകത്തിന് തന്നെ ഇപ്പോൾ വലിയൊരു വെല്ലുവിളിയാണ്. അവനെ എനിക്ക് ഇല്ലാതാക്കണം. എനിക്കതിനാവശ്യം ഇപ്പൊ സ്ട്രെങ്ത് ആണെന്ന് പറയും. കട്ട് ചെയ്ത ഇവിടെ ആ മോൺസ്റ്റർ ആണെങ്കിൽ ആ മാങ്ഷനിൽ ഇപ്പോ ചീഫ് ഇരിക്കുന്ന ചെയറിൽ ഇരിക്കുകയാണ്. മോൺസ്റ്റർ ആണെങ്കിൽ വീണ്ടും വീണ്ടും അവന്റെ ആവശ്യം അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിനാ ചീഫ് പറയും, ഒരു കാരണവശാലും എന്റെ ജനങ്ങളെ ഞാൻ അറിഞ്ഞുകൊണ്ട് അപകടത്തിലേക്ക് തള്ളിവിടില്ല. അവർക്ക് മോശമായിട്ട് ഭവിക്കുന്ന ഒന്നും തന്നെ സംഭവിക്കാനായിട്ട് ഞാൻ അനുവദിക്കില്ല. അത് കേട്ട് ഇപ്പൊ മോൺസ്റ്ററിന്റെ ദേഷ്യം അത് ഇരട്ടിയാവുകയാണ്. ഇവിടെ ആ ക്യാറ്റ് ആണെങ്കിൽ എന്തോ ഒരു സംഗതി കാര്യമായിട്ട് അന്വേഷിക്കുകയാണ്. ആ ഗ്യാപ്പിൽ നമ്മുടെ ഉണ്ടപ്പൻ അവനിപ്പോ അവിടെ ഉണ്ടായിരുന്ന ഭരണികൾ അത് തുറന്നു നോക്കും. അതിലുള്ളത് വെറും വെള്ളം മാത്രം. ഉണ്ടപ്പനാണെങ്കിൽ ദേഷ്യം കൂടും. ഇവിടെ ആ ക്യാറ്റ് ആണെങ്കിൽ ഒരു വലിയ ചട്ടിയെടുത്ത് അതിൽ നിന്ന് ഒരു ബീന് ഇപ്പൊ നമ്മുടെ ഗോകുവിന് ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം നീ പവർഫുൾ ആവണം. നിന്റെ എനർജി അത് തിരികെ വരാൻ ഇത് നിന്നെ സഹായിക്കും. ഗോകു ആണെങ്കിൽ അത് കഴിക്കാനായിട്ട് തയ്യാറാവും. അടുത്ത നിമിഷം ഉണ്ടപ്പനാണെങ്കിൽ ആ ബീൻസ് അത് ഷോക്കായി നോക്കുകയാണ്. ഓ നോ, ഞാനിവിടെ വെച്ചെന്ന് പറഞ്ഞിരിക്കുമ്പോൾ നീ എനിക്ക് തരാതെ ബീൻസ് കഴിക്കാണല്ലേ എന്ന് ചോദിച്ച് അവൻ ഓടിപ്പോയി ക്യാറ്റിന്റെ കയ്യിൽ നിന്ന് ആ ഒരു ചട്ടി തട്ടിപ്പറിച്ച് അതിൻ്റെ അകത്തുണ്ടായിരുന്ന ബീൻസ് അത് മുഴുവനായിട്ടും കടിച്ചു മുറിച്ച് തിന്നുകയാണ്. അത് കണ്ട് പൂച്ചയും നമ്മുടെ ഗോകുവും അവർ ഷോക്കാവും. അവനാണെങ്കിൽ ആ പയർ മുഴുവൻ തിന്നു തീർക്കേണ്ട താമസം. അടുത്ത നിമിഷം അവൻ അങ്ങനെ ജയന്റായി താഴേക്ക് അടിച്ച് വീഴുകയാണ്. ഗോകു ആണെങ്കിൽ അതുകൊണ്ട് ചിരിക്കും. അതിലൊരു പയർ തന്നെ 10 ദിവസത്തേക്ക് ധാരാളമാണ്. ഇനി നിനക്കൊന്ന് അനങ്ങാൻ പോലും കഴിയില്ല എന്ന് പറഞ്ഞ് ഗോകു ആണെങ്കിൽ ആ പയറെടുത്ത് കഴിക്കും. അടുത്ത നിമിഷം അവൻ ബാക്ക് ടു നോർമൽ ആവും, ഉഷാറാവും. ഗോകു ആണെങ്കിൽ ഇപ്പൊ ക്യാറ്റിനോട് ചേർന്ന് ട്രെയിനിങ് എടുക്കാനായിട്ട് തുടങ്ങുകയാണ്. ഇവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ആ കാമേ ഹൗസ് കാണിക്കും. നമ്മുടെ ആൾക്കാരെല്ലാവരും ഒരുപാട് വിഷമത്തിൽ വീട്ടിലേക്ക് തിരികെ എത്തുകയാണ്. മരിച്ചവരുടെ ബോഡി അത് അവർ സേഫായി ഒരു ഭാഗത്ത് വെക്കും. അവരെല്ലാവരും ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് അത് മാസ്റ്റർ റോഷിയുടെ വേർപാടാണ്. അവരെല്ലാവരും റോഷിയെക്കുറിച്ച് സംസാരിച്ച് പുറത്തേക്ക് അദ്ദേഹം ഇരിക്കുന്ന ആ ചെയറിലേക്ക് നോക്കുകയാണ്. അടുത്ത നിമിഷം ആ ചെയറിൽ ആരോ ഇരുന്ന് മാഗസിൻ വായിക്കുന്നതായിട്ട് അവർ കാണും. അവരാണെങ്കിൽ അത് മാസ്റ്റർ റോഷിയാണെന്ന് പറഞ്ഞ് ഉഷാറായി ആ ചെയറിന്റെ അടുത്തേക്ക് എത്തുമ്പോഴായിരിക്കും മാസ്റ്റർ റോഷിയല്ല മറിച്ച് പന്നിക്കുട്ടനാണെന്ന് തിരിച്ചറിയുക. ലൗഞ്ച് ആണെങ്കിൽ അവരെല്ലാവരെയും ഭക്ഷണം കഴിക്കാനായിട്ട് ഇപ്പോൾ അകത്തേക്ക് വിളിക്കും. മാസ്റ്റർ റോഷിക്കും മൊട്ടപ്പനും ഗോകുവിനും അങ്ങനെ അവർക്ക് 3 പേർക്കുള്ള ഭക്ഷണം മാറ്റിവെച്ച് അവരാണെങ്കിൽ ഇപ്പോൾ ഫുഡ് കഴിക്കുകയാണ്. കട്ട് ചെയ്ത ഒരു കൊടുങ്കാട്ടിൽ ഇപ്പൊ മാർഷൽ ആർട്സ് മാനെ കാണിക്കും. ഒരു മൂങ്ങയാണെങ്കിൽ അവനെ തന്നെ നോക്കിയിരിക്കുകയാണ്. അവൻ ആ കാടിന്റെ ഒത്ത നടുക്കായിട്ട് തീയൊക്കെ കൂട്ടിയിട്ട് ഇപ്പൊ കോൺസെൻട്രേറ്റ് ചെയ്ത് അവന്റെ പവർ അത് എൻഹാൻസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അവന്റെ മനസ്സിലേക്ക് ഇപ്പൊ കുഞ്ഞിപ്പയ്യനെയും മാസ്റ്ററിനെ ആ മോൺസ്റ്റർ കൊല്ലുന്ന രംഗം അത് മിന്നി മാഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് അവൻ പാനിക്കായി ഞെട്ടി എഴുന്നേക്കും. ഓ നോ, ഈ സമയത്ത് ഇങ്ങനെ ഒരു ചിന്ത എന്നിൽ വന്നുകൂടാ. നല്ല കോൺസെൻട്രേഷൻ എനിക്ക് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ എനിക്ക് എന്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റൂന്ന് പറഞ്ഞ് അവൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇപ്പൊ വീണ്ടും അവന്റെ പവർ അത് എൻഹാൻസ് ചെയ്യാൻ ശ്രമിക്കും. അടുത്ത നിമിഷം മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ ഒരു പ്രത്യേക പവർ ഉപയോഗിച്ച് അങ്ങനെ ആഞ്ഞടിക്കുകയാണ്. കട്ട് ചെയ്ത ഇവിടെ ക്യാറ്റ് ആണെങ്കിൽ ഗോകുവിനോട് ചോദിക്കും, അപ്പൊ നീ പറയുന്നത് വീണ്ടും ഞാൻ നിനക്ക് ട്രെയിനിങ് തരണം എന്നാണോ? അതിന് ഗോകു പറയും, അതെ, പഴയതുപോലെ എനിക്ക് കൂടുതൽ ട്രെയിനിങ് എടുത്ത് പവർഫുള്ളായി മാറണം. മാസ്റ്ററിനെ കൊണ്ട് മാത്രമേ ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റൂ. അതിന് ആ ക്യാറ്റ് ആണെങ്കിൽ തലതാഴ്ത്തും, ഐ എം സോറി. അവരുടെ എല്ലാ കാര്യങ്ങളും ഞാൻ നിനക്ക് പറഞ്ഞു തന്നു, ട്രെയിനിങ് തന്നു. ഇനി കൂടുതലായിട്ടൊന്നും എനിക്ക് നിനക്ക് പറഞ്ഞു തരാനില്ല. ആ മോൺസ്റ്റർ നീ കരുതും പോലെയല്ല, വളരെ പവർഫുൾ ആണ്. അതുകൊണ്ടാണ് മാസ്റ്റർ റോഷിക്ക് പോലും ആളുടെ മുൻപിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ആള് കൊല്ലപ്പെട്ടത്. അത് കേട്ട് ഗോകു ഷോക്കാവുകയാണ്. നിങ്ങൾ എന്തായി പറയണേ? എന്റെ മാസ്റ്റർ അവൻ മൂലം കൊല്ലപ്പെട്ടു വന്നു. ക്യാറ്റ് ആണെങ്കിൽ അതേന്ന് പറയും. ഇവിടെ ഗോകുവിനാണെങ്കിൽ ആ വിഷമം സഹിക്കാനാവില്ല. എനിക്കൊന്ന് ഗുഡ് ബൈ പോലും അദ്ദേഹത്തോട് പറയാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് ഫ്ലാഷ് ബാക്ക് ആലോചിക്കും. ആദ്യമായിട്ട് ടർട്ടിലിന്റെ പുറത്ത് കയറി ഞാനാണ് ടർട്ടിൽ ഹെർമിറ്റ് എന്ന് പറഞ്ഞ് ഗോകുവിനെ മീറ്റ് ചെയ്തതും അതിനുശേഷം അവരുമായിട്ട് ഷിപ്പ് ക്രിയേറ്റ് ചെയ്തത്, ഗോകുവിന് ആ ഫ്ലൈയിങ് നിംബസ് കൊടുത്തത്, പിന്നീട് എന്നോട് സംസാരിച്ചത്, അവര് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഗോകുവിന്റെ മനസ്സിലൂടെ മിന്നിമായും. ഗോകു ആണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ആലോചിച്ച് ഇപ്പൊ പല്ല് കടിച്ചു നിൽക്കും. ആദ്യം എന്റെ മൊട്ടപ്പൻ, ഇപ്പൊ എന്റെ മാസ്റ്റർ. ഒരു കാരണവശാലും ഞാൻ ആ മോൺസ്റ്ററിനെ വിടില്ല എന്ന് പറഞ്ഞ് ഗോകു ആണെങ്കിൽ ടവറിൽ നിന്ന് താഴേക്ക് ചാടാനായിട്ട് തയ്യാറാവും. അടുത്ത നിമിഷം ആ ക്യാറ്റ് ആണെങ്കിൽ അവനെ തടയാണ്. നീ ഇപ്പൊ കാണിക്കുന്നത് മണ്ടത്തരമാണ്. എടുത്തു ചാടിയത് കൊണ്ട് നിനക്ക് അവനെ തകർക്കാൻ പറ്റില്ല. കയ്യിൽ ഒരു ഡിവൈൻ വാട്ടർ ഉണ്ട്. നീ മുൻപ് കഴിച്ചത് ജസ്റ്റ് എനർജി എൻഹാൻസർ ഡിവൈൻ വാട്ടർ ആണ്.
പക്ഷേ ഇതല്ല, ഇത് മറ്റൊന്നാണ്, ദ റിയൽ സ്റ്റഫ്. അത് കഴിക്കുകയാണെങ്കിൽ നിനക്ക് ചില സ്പെഷ്യൽ എബിലിറ്റീസ് കിട്ടും. അത് കേട്ട് ഗോക്കു അവൻ ഷോക്ക് ആവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.